നത്തിങ് ഫോൺ 2 ഒരു ട്രൂ കോമ്പറ്റീറ്റർ ഒബ്വിയസ്ലി നമ്മുടെ OnePlus 11R ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ 2 വേഴ്സസ് നമ്മുടെ OnePlus 11R ആണ്. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ രണ്ട് നല്ല ഡിസ്റ്റിങ്ക്ട് ഡിസൈൻസ് ഉള്ള ഫോൺസ് ആണ്. സോ 11R നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കർവ്ഡ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബാക്ക് പാനലും കർവ്ഡ് ആണ്, ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഐഫോൺ ലൈക്ക് ഡിസൈൻ ആണ് കേട്ടോ. അതിന് ഫ്ലാറ്റ് ഡിസ്പ്ലേ, അതേപോലെ തന്നെ ബാക്കിലത്തെ ഗ്ലാസ് ഉണ്ട്, അത് ചെറുതായിട്ട് കർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പിടിക്കാൻ നത്തിങ് ഫോൺ 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻ ഹാൻഡ് ഫീൽ കുറച്ചും അടിപൊളിയാണ്. പക്ഷേ ബെസ്റ്റ് ഇൻ ഹാൻഡ് ഫീൽ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ OnePlus 11R. കാരണം ഫ്രണ്ട് കർവ്ഡ് ഗ്ലാസ് ആണ്, അതേപോലെ തന്നെ ബാക്കും കർവ്ഡ് ആയിരുന്നു. ഒറ്റ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു നൈസ് ഇൻ ഹാൻഡ് ഫീൽ. പക്ഷേ ഇതുണ്ടല്ലോ ഈ ഒരു ഫ്രണ്ടിൽ ഫ്ലാറ്റ് ആയാലും നമുക്ക് ആ ഒരു ഗ്ലാസ് പീസ് ഹോൾഡിങ്ങിന്റെ ചെറിയൊരു കട്ട് കിട്ടും. OnePlus 11R നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. ആൻഡ് നമ്മുടെ നത്തിങ് ഫോൺ 2 നോക്കുകയാണെങ്കിൽ ഒരു അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഗ്ലിഫ് ഫീച്ചേഴ്സ് കുറെ എക്സ്ട്രാ വന്നിട്ടുണ്ട് നത്തിങ് ഫോൺ 2 എസ്പെഷ്യലി ഗ്ലിഫ് ടൈമർ എന്ന് പറഞ്ഞ ഫീച്ചർ, വോളിയം ഗ്ലിഫ്, ഫ്ലിപ്പ് ടു ഗ്ലിഫ് ഓൾറെഡി നത്തിങ് ഫോൺ 1 ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജസ്റ്റ് കമത്തി വയ്ക്കുമ്പോൾ സൈലന്റ് ആവണേ. വോളിയം ഗ്ലിഫ് ജസ്റ്റ് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു കണ്ടോ. പിന്നെ ഗ്ലിഫ് ടൈമർ, ജസ്റ്റ് ടൈമർ അനുസരിച്ച് ഇവിടെ ജസ്റ്റ് ഒരു ഫാൻസി ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ IP54 സ്പ്ലാഷ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിന്റെ ഒരു സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2. അത് നമ്മുടെ OnePlus 11R അവൈലബിൾ അല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേസ്. ഓക്കെ, 6.74 ഇഞ്ചുള്ള നമ്മുടെ OnePlus 11R വേഴ്സസ് 6.7 ഇഞ്ചുള്ള നമ്മുടെ നത്തിങ് ഫോൺ 2. ആൻഡ് രണ്ടും HDR10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേസ് ആണ്. ഇത് നമ്മുടെ ഫ്ലൂയിഡ് AMOLED ആണ് നമ്മുടെ OnePlus 11R വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LTPO OLED, അതും 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഇത് LTPO ആയ കാരണം 1 Hz മുതൽ 120 Hz വരെ സ്വിച്ച് ചെയ്യാൻ പറ്റിയ വേരിയബിൾ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് നമ്മുടെ നത്തിങ് ഫോൺ 2 ഉണ്ടല്ലോ. എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു HDR ഡിസ്പ്ലേ, എനേബിൾ പീക്ക് ബ്രൈറ്റ്നസിന് വേണ്ടി HDR ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. OnePlus 11R എക്സ്ട്രാ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇമേജ് എൻഹാൻസിംഗ് ഓപ്ഷൻ, പിന്നെ വീഡിയോ കളർ എൻഹാൻസിംഗ്, ബ്രൈറ്റ് HDR വീഡിയോ സെയിം ഓപ്ഷൻ തന്നെ. സോ ഗൈസ് ഇതാണ് നമ്മുടെ നത്തിങ് ഫോൺ 2 വേഴ്സസ് OnePlus 11R. സാച്ചുറേറ്റഡ് ആയിട്ട് കളേഴ്സ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രീൻ കളറൊക്കെ നന്നായിട്ട് നല്ല ഡെപ്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ OnePlus 11R. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ഒരു ബ്രൈറ്റ്നസിന്റെ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2. കാരണം 1600 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വേഴ്സസ് 1550. അതിന്റെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കളേഴ്സ് ഉണ്ട്, ഇവിടെ കുറച്ചും കൂടെ ഒരു PP 451 PP ഉള്ള കാരണം തോന്നുന്നു ഇവിടെ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടൊരു ഡിഫറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ സാച്ചുറേഷൻ്റെ തോന്നുന്നു ആ മോഡ്സ് ഒക്കെ ഓണാക്കിയിട്ടാണ് കുറച്ചും കൂടെ കളേഴ്സ് ഒക്കെ വൈബ്രന്റ് ആയിട്ട് കിട്ടുന്നത് OnePlus 11R ആണ് നത്തിങ് ഫോൺ 2 കൂടുതൽ. സോ അപ്രോക്സിമേറ്റ്ലി ബൈ 5% ഞാൻ പറയും. അപ്പാർട്ട് ഫ്രം ദാറ്റ് രണ്ടും സ്റ്റണ്ണിങ് ഡിസ്പ്ലേസ് ആണ്. പിന്നെ ആ ഒരു കർവ് ഡിസ്പ്ലേയുടെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ OnePlus 11R. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഓഡിയോ എക്സ്പീരിയൻസ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ OnePlus 11R, ഇനി നമ്മുടെ നത്തിങ് ഫോൺ 2. OnePlus 11R, നത്തിങ് ഫോൺ 2. വാവ്, നത്തിങ് ഫോൺ 2 ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് ടോൺസ് അല്ല, നല്ല കിഡിലനായിട്ട് ഇതിന്റെ ബേസ് എടുത്തു തരുന്ന രീതിയിലാണ് ബേസ് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഉണ്ടല്ലോ കുറച്ചും കൂടെ അടിപൊളി ലൗഡ്നെസ്സും അതേപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റൽ സൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ വോക്കൽ സെപ്പറേഷൻ ഒക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ OnePlus 11R. നമ്മുടെ ക്യാമറാസ് 50 MB സോണി IMX890 വിത്ത് OIS ആണ് രണ്ടിന്റെയും മെയിൻ ക്യാമറാസ് വരുന്നത്. പിന്നെ അൾട്രാവൈഡ് നോക്കുവാണെങ്കിൽ 50 MB സാംസങ്ങിന്റെ JN1 സെൻസറാണ് നമ്മുടെ നത്തിങ് ഫോൺ 2 വരുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 8 MB അൾട്രാവൈഡും 2 MB മാക്രോ ആണ്. ആൻഡ് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് ഫോൺ 2 നോക്കി കഴിഞ്ഞാൽ 32 MB സെൽഫി ക്യാമറയും ഇവിടെ ജസ്റ്റ് 16 MB സെൽഫി ക്യാമറയും. ഇനിവേസ് നമുക്ക് ക്യാമറ സാമ്പിൾസ് ചെയ്ത് പോവാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ നത്തിങ് ഫോൺ 2 വേഴ്സസ് OnePlus 11R. സോ സ്റ്റാർട്ടിംഗ് ഓഫ് അൾട്രാവൈഡ് ഷോട്ട് ആണ് കേട്ടോ. ആൻഡ് ആ സ്കൈ ടോൺസ് കൊണ്ട് രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആൻഡ് ഇവിടെ കണ്ടോ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽസ് 8 MB, ഇത് 50 MB ആണ്. പക്ഷെ ഇവിടെ വരെ ക്രോപ്പ് പറ്റുന്നുണ്ട് കണ്ടോ, ഇവിടെ വരെ നമുക്ക് ക്രോപ്പ്. പക്ഷെ ഇത് ഈ ഒരു ജസ്റ്റ് ഒരു 8 MB വെച്ചിട്ട് ഇത്രയും ക്രോപ്പ് പറ്റുന്നുണ്ട്. കളേഴ്സ് കുറച്ചുകൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ OnePlus 11R നമ്മുടെ നത്തിങ് ഫോൺ 2 കൂടുതൽ. ഷോട്ട് ഇവിടെ ആ ഒരു ചില ഏരിയാസ് ഇതിന് ഫോക്കസ് അല്ലാണ്ട്, അതിപ്പോൾ പൂ നോക്കി കറക്റ്റ് ഫോക്കസ് അല്ല. പക്ഷേ OnePlus 11 അത്യാവശ്യം നല്ല എടുത്തിട്ടുണ്ട്, അത്യാവശ്യം ക്രിസ്പായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ. ആൻഡ് അനദർ ഷോട്ട് ഇവിടെ നേരെ തിരിച്ച് നമുക്ക് ഈ ഒരു ഏരിയ OnePlus 11 ഫോക്കസ് അല്ല, പക്ഷേ ഈ ഒരു ഏരിയ ഫോക്കസ്ഡ് ആണ്. ആൻഡ് ഇവിടെ ഓൾമോസ്റ്റ് രണ്ടും
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് മാക്സിമം നമുക്ക് ഇവിടെ വരെ ക്രോപ്പ് ആവുന്നുണ്ട്. ആൻഡ് ഈ ഏരിയ നമുക്ക് നോക്കാം, ഇത്രയും ക്രോപ്പായി. ആൻഡ് ഇവിടെ 11R ആണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണേ. ഓക്കെ, ഗുഡ് ജോബ്. ഇത് മാക്രോ ഷോട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മാക്രോ മോഡ് ഉണ്ട് നമുക്ക് നമ്മുടെ OnePlus 11R. ഇവിടെ ജസ്റ്റ് അൾട്രാ വൈഡിന്റെ ഒരു സെറ്റപ്പ് വെച്ചാണ് എടുത്തേക്കണേ. ആൻഡ് സീംസ് ഇച്ചിരി കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ആ 50 MB അൾട്രാ വൈഡിന്റെ ഡീറ്റെയിലിംഗ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഇവിടെ വന്നേക്കണത് നമ്മുടെ നത്തിങ് ഫോൺ 2-നകത്താണ്. ആൻഡ് ഇത് നമ്മുടെ 50 MB മാക്സിമം ഡീറ്റെയിലിംഗ് നോക്കാൻ വേണ്ടിയാണ്. സോ ഇത്രയും ക്രോപ്പ് ആവുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കാം, OnePlus 11R കണ്ടോ, OnePlus ഇത്രയും ക്രോപ്പ് ആവുന്നുണ്ട്. ഓക്കെ, റിയലി ഗുഡ്. സോ അവിടെ ഒരു ലൈറ്റ് മാർജിൻ നമ്മുടെ OnePlus 11R. നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ് ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ നത്തിങ് പക്ക നാച്ചുറൽ ടോൺസ് ആണെങ്കിൽ നമ്മുടെ OnePlus 11R ഉണ്ടല്ലോ കുറച്ചൊരു ടോൺസ് ഇച്ചിരി വൈബ്രന്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ചെറിയ രീതിയിൽ സ്കിൻ സ്മൂത്തിന് നടത്തുന്നുണ്ട്. ആൻഡ് ഇച്ചിരി സ്ട്രഗിൾ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും OnePlus 11R അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. സോ നാച്ചുറൽ ടോൺസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിഫർ എങ്കിൽ ഒബ്വിയസ്ലി നത്തിങ് ഫോൺ 2 ചൂസ് ചെയ്യാം. എൽസ് കുറച്ചൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഐ പ്ലീസിംഗ് ആയിട്ടുള്ള ഷോട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് OnePlus 11R ചൂസ് ചെയ്യാം. സ്ട്രഗിൾ സിറ്റുവേഷനുള്ള ഷോട്ടാണ്. ദാറ്റ് മീൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലൈറ്റ് നന്നായിട്ട് വന്ന ഒരു ഷോട്ടാണ്. ദാറ്റ് മീൻസ് ഈ സിനാരിയോയിലും സെയിം ആയിട്ട് അതിന്റെ സ്കിന്നിന് ലൈറ്റ് ആയിട്ടൊരു സ്മൂത്തനിങ്, ചെറിയൊരു ഓവർ കോൺട്രാസ്റ്റിംഗ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് ആയിട്ട് അവിടെ ഒരു എൻഹാൻസ്മെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ നത്തിങ് ഫോൺ 2 ഉണ്ടല്ലോ പക്ക അവിടെ ഒരു ആ ഒരു നാച്ചുറൽ ടോൺ എങ്ങനെയാണ് അത് തന്നെ കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജസ്റ്റ് പേഴ്സണൽ. ഇവിടെ ലൈറ്റ് ഷേക്ക് വരുന്നുണ്ട്. ലൈറ്റ് ഷേക്ക് അത്രയും അത്യാവശ്യം സ്പീഡിൽ ഓടിയിട്ടാണ് ലൈറ്റ് ഷേക്ക് ഉണ്ട് നത്തിങ് ഫോൺ 2-നകത്ത്. പക്ഷേ നമ്മുടെ OnePlus 11R പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ ചെറിയ ലൈറ്റ് ഷേക്ക് അല്ലെങ്കിൽ വെരി ലൈറ്റ് ഫോക്കസ് ഉണ്ടെന്ന് പറയാം. പക്ഷെ OnePlus 11R പക്ക അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. 11R അൾട്രാ സ്റ്റഡി എന്നുള്ള മോഡ് ഉണ്ടായിട്ട് പോലും ചെറിയ ഷേക്ക് ഉണ്ട്. പക്ഷെ നത്തിങ് ഫോൺ 2 ഉണ്ടല്ലോ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് OnePlus 11R. പക്ഷെ നത്തിങ് ഫോൺ 2 വിത്തൗട്ട് എനി മോർ ഡീഫോൾട്ട് സെറ്റിംഗ്സ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ്, രണ്ടുപേരും സ്നാപ്ഡ്രാഗന്റെ 8+ Gen 1 വെച്ച് വരുന്ന ഫോൺസ് ആണ്. ആൻഡ് അടുത്ത വെച്ച് മാർക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടും ഏകദേശം 1 മില്യൺ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഗെയിം മോഡും ഇതിന്റെ ഹൈ പെർഫോമൻസ് മോഡും ഓൺ ആക്കിയിട്ടാണ് രണ്ട് റൺ ചെയ്തത്. ഹൈ ഗ്രാഫിക്സ് ഇന്റൻസീവ് ഗെയിംസിന് രണ്ടുപേരും പക്കയായിരിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി ടെസ്റ്റ് ആണ്. സോ 77K വന്നിട്ടുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2 വേഴ്സസ് ജസ്റ്റ് 50K ആണ് വന്നിരിക്കുന്നത് നമ്മുടെ OnePlus. നെക്സ്റ്റ് നമ്മുടെ UI ഓക്സിനോയിസ് വേഴ്സസ് നമ്മുടെ നത്തിങ് OS ആണ്. അതിന് രണ്ട് രീതി സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് UI എക്സ്പീരിയൻസ് വൈസ് ആൻഡ് ഒന്ന് ഫീച്ചേഴ്സ് വൈസ്. സോ ഫീച്ചർ വൈസ് ഏതാ കൂടുതൽ വെച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ OnePlus 11R ആണ്. ക്വിക്ക് ലോഞ്ച്, അതേപോലെ തന്നെ ആപ്പ് ഹൈഡ്, എസ്പെഷ്യലി കോൾ റെക്കോർഡിങ്, പ്രൈവറ്റ് സേഫ്, അങ്ങനത്തെ കുറേ ടൈംസ്, പിന്നെ ജസ്റ്റർ ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ, അങ്ങനെ ഹൈ റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് വൈസ് നമ്മുടെ OnePlus 11R പക്ഷേ UIയുടെ ഒരു ടച്ച് ഫീല് റെസ്പോൺസ് നമ്മുടെ ട്രഡീഷണൽ OnePlus ഉണ്ടായിരുന്നല്ലോ കുറച്ച് പേർക്ക് റിലേറ്റീവ് OnePlus 7 Pro ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്ന OnePlusന്റെ ആ ഒരു ടച്ച്, റെസ്പോൺസിബിലിറ്റി, ആനിമേഷൻ സ്കിൽസ്, ആ ട്രാൻസിഷൻ സ്കിൽസ് ഒക്കെ ആ ഒരു ഫീല് നമുക്ക് നമ്മുടെ നത്തിങ് OS 2.0 കിട്ടുന്നുണ്ട്. മീൻസ് റിയലി ഗുഡ്. നമുക്കൊരു അത്രയ്ക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ. നെക്സ്റ്റ് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് സ്ക്രീൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് നല്ല സ്നാപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കേട്ടോ. 3, 2, 1 ഗോ. പക്ക റാപ്പിഡ് ടച്ച്, ജസ്റ്റ് ടച്ച്. 3, 2, 1 ഗോ. ഓക്കെ, കണ്ടോ പെർഫെക്റ്റ് ആണ്. ഇനി ഫേസ് ലോക്ക്ഡ് ആണ്, അൺലോക്ക് കണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ നത്തിങ് ഫോൺ 2 ജസ്റ്റ് റാപ്പിഡ് ടച്ച് ആട്ടോ. 3, 2, 1 ഗോ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ 3, 2, 1 ഗോ. പെർഫെക്റ്റ് ആണ്. ഇനി നമ്മുടെ ലോക്ക്ഡ് ആണ്, ഫേസ് അൺലോക്ക്, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് ഡിറ്റക്ഷൻ, നോ ഇഷ്യൂ. നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുവാണെങ്കിലുണ്ടല്ലോ 5000 mAh ബാറ്ററിയാണ് നമ്മുടെ OnePlus 11R വരുന്നത്, 5000 mAh. ആൻഡ് നമ്മുടെ നത്തിങ് ഫോൺ 2 നോക്കുവാണെങ്കിൽ 4700 mAh ആണ് നത്തിങ് ഫോൺ 2 വരുന്നത്. പക്ഷെ ഇതിന്റെ ബോക്സിലുണ്ടല്ലോ 100 വാട്ട് അഡാപ്റ്റർ ഉണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ് ഞാൻ എടുത്തു പറയും. കാരണം അമ്മാരിയ സ്പീഡിൽ ഫാസ്റ്റ് ചാർജിങ് ആവണ ഒരു ഫോണാണ് നമ്മുടെ 11R. ആൻഡ് നമ്മുടെ നത്തിങ് ഫോൺ 2 45 വാട്ട് അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം, അത് നമ്മുടെ ബോക്സിൽ വരുന്നില്ല. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ഇതിന് അത്ര ഫാസ്റ്റ് ഒബ്വിയസ്ലി 45 ആണല്ലോ, അതിന്റെ ഒരു സ്ലോനെസ് ഉണ്ട്. പിന്നെ 4700 ഉള്ളൂ. സോ OnePlus 11R നമ്മുടെ നത്തിങ് ഫോൺ 2 നോക്കുവാണെങ്കിൽ എക്സ്ട്രാ 5000 രൂപ വരുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2 എക്സ്ട്രാസ് എന്തൊക്കെയാണ് കിട്ടുന്നത് ആൻഡ് OnePlus 11R എന്തൊക്കെയാണ് മിസ് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു IP54 സ്പ്ലാഷ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2. പിന്നെ ഒരു അലുമിനിയം ഫ്രെയിമിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്കൊരു വയർലെസ് ചാർജിങ്, അതൊരു 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, 5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്, എക്സ്ട്രാസ് കിട്ടുന്നത്. ഇനി OnePlus 11R എടുക്കാനുള്ള അഡ്വാൻറ്റേജസ് സ്റ്റാർട്ടിംഗ് ഓഫ് കർവ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, പിന്നെ 100 വാട്ട് അഡാപ്റ്റർ വിത്തിൻ ദ ബോക്സിൽ കിട്ടുന്ന കാര്യം. ആൻഡ് നെക്സ്റ്റ് എക്സ്ട്രാ ഫീച്ചേഴ്സ് ലൈക്ക് ക്വിക്ക് ലോഞ്ച്, ജസ്റ്റർ ഫീച്ചേഴ്സ്, ആപ്പ് ഹൈഡ്, കോൾ റെക്കോർഡിംഗ് വിത്തൗട്ട് ആനിമേഷൻ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്, നോട്ട് എ ബിഗ് ഡീൽ. സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ്. സോ രണ്ടും അടിപൊളി ഫോൺസ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.